കളങ്കാവലും മമ്മൂട്ടിയുടെ 100 കോടി പ്രവേശനവും ഒരു സിനിമാറ്റിക് വിശകലനം നോക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് 100 കോടി ക്ലബ്ബ്. ഒരു സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി രൂപയുടെ മൊത്ത കളക്ഷൻ നേടുമ്പോൾ അത് ഈ അഭിമാനകരമായ ക്ലബ്ബിൽ ഇടം നേടുന്നു. കളങ്കാവൽ ഒരു നിയോ നോയർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. വിനായകനെ പ്രധാന കഥാപാത്രമാക്കി മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. യുവ സംവിധായകനായ ജിതിൻ കെ ജോസിൻ്റെ ഈ ചിത്രം ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്നത് തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുമുണ്ട്. നാളെയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നതും ചിത്രത്തിൻ്റെ ഗുണമേന്മയിൽ ആരാധകർക്ക് വിശ്വാസം നൽകുന്നു. താരമൂല്യം മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന് സാന്നിധ്യം തന്നെ ചിത്രത്തിന് വലിയൊരു ഓപ്പണിംഗ് കളക്ഷൻ നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല ഹിറ്റുകളായ ഭീഷ്മപർവം, കണ്ണൂർ സ്കോട്ട്, ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങൾ തെളിയിക്കുന്നത് തിരക്കഥയുടെ കരുത്തുള്ള സിനിമയാണെങ്കിൽ മമ്മൂട്ടിയുടെ താരമൂല്യം ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ്. വിനായകൻ്റെ സാന്നിധ്യം. ദേശീയ അവാർഡ് ജേതാവായ വിനായകൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ചിത്രത്തിൻ്റെ അഭിനയ നിലവാരം ഉയർത്താൻ സഹായിക്കും. മമ്മൂട്ടി വിനായകൻ കോമ്പിനേഷൻ സൃഷ്ടിക്കുന്ന ആകാംക്ഷ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കും. ഒരു ക്രൈം ത്രില്ലർ എന്ന നിലയിൽ ആദ്യ ദിവസങ്ങളിലെ മികച്ച പ്രതികരണങ്ങളും വാമൊഴി പ്രചാരണവും ചിത്രത്തിന് നിർണായകമാകും. സാധാരണ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മികച്ച ത്രില്ലർ അനുഭവമാണ് കളങ്കാവൽ നൽകുന്നതെങ്കിൽ കളക്ഷൻ ഗണ്യമായി ഉയരുവാനും 100 കോടി ക്ലബ്ബിലേക്കുള്ള യാത്ര സുഗമമാവാനും സാധ്യത കൂടുന്നു. എന്നാൽ 100 കോടി ക്ലബ്ബിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ളതുമല്ല. കളങ്കാവൽ 100 കോടി ക്ലബ്ബിൽ എത്തുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ചില വാണിജ്യ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താം. ഇതിൽ ഏറ്റവും പ്രധാനം നോൺ തിയേറ്ററിക്കൽ അവകാശങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെയുള്ള വരുമാനമാണ്. OTT സാറ്റലൈറ്റ് ഡീലുകൾ. ഒരു വലിയ OTT പ്ലാറ്റ്ഫോമുമായി ഉയർന്ന വിലയ്ക്ക് ഡിജിറ്റൽ അവകാശങ്ങൾ വിൽക്കുന്നത് കളക്ഷൻ ടോട്ടലിൽ വലിയ പങ്കുവഹിക്കും. നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ അവകാശങ്ങളുടെ ചർച്ചകൾ നടക്കുന്നതിലാണ് റിലീസ് നീണ്ടുപോയതും എന്നാണ്. നിർമ്മാതാക്കൾ ചിത്രത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് മികച്ചൊരു കരാർ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കളങ്കാവൽ 100 കോടി ക്ലബ്ബിൽ പ്രവേശിക്കുക എന്നത് കേവലം ഒരു സംഖ്യയുടെ കണക്കെടുപ്പ് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ താരപദവിക്കും മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിലെ പ്രസക്തിക്കും ഊർജം പകരുന്ന ഒന്നാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. കളങ്കാവലിൻ്റെ റിലീസ് മമ്മൂട്ടിയെ 100 കോടി ക്ലബ്ബിൽ കയറ്റുമോ എന്ന ചോദ്യത്തിന് ചിത്രത്തിന് ഒരു യൂണിവേഴ്സൽ അപ്പീൽ നൽകുന്ന തിരക്കഥയും മികച്ച പ്രകടനവും ശക്തമായ വിതരണ ശൃംഖലയും ഉണ്ടെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളായ ഭീഷ്മപർവം, കണ്ണൂർ സ്കോട്ട് തുടങ്ങിയവ വൻ വിജയങ്ങളായിരുന്നു. മമ്മൂട്ടി എന്ന താരത്തെ 100 കോടി ക്ലബ്ബിലേക്ക് നയിക്കാൻ പ്രേക്ഷകർ തയ്യാറാണെന്ന് ഇതൊക്കെ തെളിയിക്കുന്നു. ഒരു മികച്ച ക്രൈം ത്രില്ലർ എന്ന നിലയിൽ കളങ്കാവൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നാൽ അത് മമ്മൂട്ടിയുടെ കരിയറിലെ മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ മറ്റൊരു വിജയഗാഥയായി മാറും.